ജീവിതത്തിൽ യേശുവിനോടുകൂടെ വാഴാൻ കഴിയും. അതിനുവേണ്ടി രക്ഷ പ്രാപിക്കാൻ എന്തു ചെയ്യണം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രിയുടെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നതിന് മുമ്പ് രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഇതുവരെ ജീവിതത്തിൽ സ്വന്തം കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റുപറയാൻ സാധ്യമായിട്ടില്ലെങ്കിൽ, ഇത് സുപ്രസാദ കാലമാണ്. ഇത് രക്ഷാ ദിവസമാണ്. നാളെ തിങ്കൾ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. ഇന്ന് ഞാൻ വീട് മരിച്ചാൽ എന്റെ കണ്ണ് തുറന്ന് നോക്കുന്നത് എന്റെ കർത്താവിനെ ആയിരിക്കും എന്നുള്ള ഒരു പ്രത്യാശയിലേക്ക് വരാൻ ദൈവം നിങ്ങളെ ഈ രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഭക്തനായ ഇയ്യോബ് പറഞ്ഞു, എന്റെ ദേഹം ക്ഷയിച്ചാല്, ഈ മണ്ണോട് ചേർന്നാല്, ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ കാണാം. ആ പ്രത്യാശയാണ് ദൈവമക്കൾക്ക് ദൈവം തന്ന പ്രത്യാശയെങ്കിൽ ആ പ്രത്യാശ പ്രാപിക്കാൻ ഒന്ന് യേശുവിൽ വിശ്വസിക്കുക, രണ്ട് മാനസാന്തരപ്പെടുക, മൂന്ന് യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് ആ രക്ഷാവാചകം ഏറ്റുചൊല്ലുക. അടുത്ത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടവൻ സഭയോട് ചേർന്ന് നിൽക്കണം. അവൻ സഭയോട് ചേർന്ന് നിന്ന് വിശുദ്ധിയിലും ആത്മനിറവിലും വേർപാടിലും ജീവിച്ച് അപ്പം നുറുക്കി കൂട്ടായ്മയെ ആദരിച്ച് പ്രാർത്ഥന കഴിച്ചാൽ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് ചേർത്ത് കൊള്ളപ്പെടാം. അതിനായി ഞങ്ങൾ ഇന്ന് രാത്രി ദേശത്തെ ആഹ്വാനം ചെയ്യുകയാണ്. ആ യേശു ജീവിക്കുന്ന ദൈവം, ആ യേശു ജീവിക്കുന്ന ദൈവം ആയതുകൊണ്ട് സ്നേഹിത, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു മനം തകർന്നവർക്ക് സമാധാനത്തെ നൽകുന്നു. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. എല്ലാവരും ഒരു നിമിഷം ദൈവസഭയിൽ എഴുന്നേറ്റുക. ഈ ദേശത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാല്, ഈ ദേശത്ത് മരണങ്ങൾ മധ്യഭാഗത്ത് വെച്ച് നടക്കരുത്, ആക്സിഡന്റുകൾ നടക്കരുത്, കുടുംബ തകർച്ചകൾ ഉണ്ടാകരുത്, വേദനകൾ കുടുംബങ്ങൾ ഉണ്ടാകരുത്. ദൈവകൃപ ഈ ദേശത്തിൽ എല്ലാ ഭവനങ്ങളും വെളിപ്പെടേണ്ടതിന് ഓർത്തുകൊണ്ട് ഈ ദേശത്ത് ചിലരുടെ പേര് കൂടെ മണ്ണിൽ നിന്ന് മായ്ച്ച് ജീവപുസ്തകത്തിൽ എഴുതത്തക്ക നിലകളിൽ ഈ രാത്രി ചലിക്കണം ഓർത്ത് എല്ലാവരും സ്തോത്രത്തെ ജാഗരിച്ച ഈ ദേശത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആത്മധർമ്മം പ്രാപിച്ച എല്ലാവരും കരങ്ങളെ തട്ടിയോ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ ദേശത്ത് സമാധാനം ഉണ്ടാകട്ടെ, ഈ ദേശത്ത് നന്മ ഉണ്ടാകട്ടെ, പൈതങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ.